കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന അന്നദാന കേന്ദ്രം ഭക്തർക്കിടയിൽ ശ്രദ്ധേയമാകുന്നു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സേവന പ്രവർത്തനത്തിലൂടെ ദിവസേന ആയിരക്കണക്കിന് തീർത്ഥാടകർക്കാണ് ഭക്ഷണ വിതരണം നൽകുന്നത്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തൊക്കിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന അന്നദാന കേന്ദ്രത്തിൽ ഭക്തജനത്തിരക്ക് ഏറുകയാണ്. കർണാടക, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തർക്കാണ് അന്നദാനം നൽകുന്നത്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളിലായി എത്തുന്ന തീർത്ഥാടകർക്ക് വിശപ്പകറ്റുന്ന ഇടമായി മാറിയിരിക്കുകയാണ് ഈ അന്നദാന കേന്ദ്രം. എറണാകുളത്തു നിന്നെത്തിയ തീർത്ഥാടകരും കേന്ദ്രത്തിന്റെ സേവനത്തെ പ്രശംസിച്ചു. This is the first visit to Kannur, and I must tell you, I enjoyed the coming. As soon as I stepped down here, I could see the vibe and the hospitality, and I'm so proud to be coming here, and I'm proud that a part of Kerala is so much like this. ഒരു ക്യൂൾ പോലെ നിൽക്കേണ്ട വന്നില്ല, അങ്ങനെ വന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചു. അതിഥി ദേവോ ഭവ, അത് ഇവിടെ കണ്ടു. നന്നായിരുന്നു ഭക്ഷണം, ആഗ്രഹിക്കാതെ നല്ല ഭക്ഷണം, നല്ല ഭക്ഷണമായിരുന്നു. നമ്മൾക്ക് നല്ല സ്വാദോടുകൂടി കഴിക്കാൻ സാധിച്ചു. പ്രത്യേക നന്ദി. രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ, രാത്രി ഭക്ഷണം എന്നിങ്ങനെ ദിവസത്തിൽ 3 നേരമാണ് അന്നദാനം നൽകുന്നത്. കൊട്ടിയൂർ ഉത്സവത്തിന്റെ പ്രധാന ദിവസങ്ങളിൽ 4000-ഓളം പേരും മറ്റു ദിവസങ്ങളിൽ 2000-ഓളം പേരും ഇവിടെ എത്തി ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് സേവാഭാരതി സെക്രട്ടറി കെ സനീഷ് പറഞ്ഞു. ദിവസേന 2500-3500 ഇടയിൽ ആൾക്കാർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഭക്തനെ തിരക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വാഷ്റൂമുണ്ട്. മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിലും കർണാടക, തമിഴ്നാട് കൂടാതെ നമ്മുടെ ആന്ധ്ര, പിന്നെ മറ്റ് അയൽ ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം, കൊല്ലം എല്ലാ ജില്ലകളിൽ നിന്നും ഇപ്പോൾ തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ തിരക്കാണ് ഈ വർഷം ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൈമയും മറന്ന് അധ്വാനിക്കുന്നുണ്ട്. സേവാഭാരതിയുടെ പ്രവർത്തകരും നാട്ടുകാരും സംഘപ്രവർത്തകരും എല്ലാവരും നാട്ടുകാരും എല്ലാവരും രാവിലെ 24 മണിക്കൂറും തന്നെ പറയാം. 13 എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അന്നദാന കമ്മിറ്റിക്കൊപ്പം 100ഓളം അംഗങ്ങളും നിരവധി സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അന്നദാന കേന്ദ്രം കൊട്ടിയൂർ മഹോത്സവത്തിലെ കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും മികച്ച മാതൃകയായി മാറുകയാണ്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.